ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആഡോമൻസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം തെറ്റിക്കാതെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അവിടെ സെർച്ച് ബാറിൽ മേലേൽ adomnas.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ സെർച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പേജ് അവിടത്തേക്ക് വരും. ഇനി നമുക്ക് ആരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ലിങ്കാണ് തന്നതെങ്കിൽ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും സെയിം ഇതേ പേജ് തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ മാക്സിമം നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത 3 പേർക്ക് മാത്രമേ ഒരാളുടെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി ഇൻ കേസ് നമ്മൾ ലിങ്ക് കൊടുത്തു, അത് 3-ൽ കൂടുതൽ ആളുകളായി കഴിഞ്ഞാൽ നമുക്കത് ഇന്നാക്റ്റീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ADS നമ്പർ ആരാണോ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നത് അവിടെ ADS നമ്പർ വാങ്ങിക്കൊണ്ട് നമുക്ക് ക്രോമിൽ പോയിട്ട് ഇതുപോലെ രജിസ്റ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എങ്ങനെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാട്ടോ. ഫസ്റ്റ് ഇവിടെ നെയിം എന്ന് കാണുന്നിടത്ത് എന്താണോ നിങ്ങളുടെ കൃത്യമായ പേര് അത് തെറ്റിക്കാതെ കൊടുക്കുക. അവിടെ ഡോട്ട് സ്പേസ് ഒക്കെ മാക്സിമം ഒഴിവാക്കാം കേട്ടോ. ഡോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ നമ്മൾ പേര് കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാം. ഇനി നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID കൊടുക്കാം. ഇമെയിൽ ഐഡിക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഇൻ കേസ് നമ്മൾ ഇതിൻ്റെ പാസ്വേഡോ മറ്റോ മറന്നു പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ മെയിൽ വഴിയാണ് അത് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇമെയിൽ ID തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്ന കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം. ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് വെക്കാതെ ടീം ക്രിയേറ്റിലൂടെയും വർക്ക് ചെയ്യാം. എങ്കിലും നമ്മൾ സ്റ്റാറ്റസ് വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതേ നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് ഈ ഒരു സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡിസ്ട്രിക്റ്റ് കൊടുക്കാം. നമ്മളിവിടെ യൂസർ ID കൊടുക്കേണ്ട ആവശ്യമില്ല, പാസ്വേഡ് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ഒരിക്കലും മറന്നു പോവാത്തൊരു പാസ്വേഡ് കൊടുക്കാം. അത് തന്നെ ഒരു പ്രാവശ്യം കൂടി കൊടുത്തിട്ട് കൺഫേം ചെയ്യാം. അതിന് അവിടെ സ്പോൺസർ ID താഴെ ഉണ്ടാകും. ആരാണോ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് തന്നിട്ടുള്ളത് ആ ഒരു വ്യക്തിയുടെ സ്പോൺസർ ID വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. താഴെ രജിസ്റ്റർ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വെൽക്കം പേജ് ആണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് കാണിച്ചു തരാം. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വെൽക്കം പേജാണ് നമുക്ക് വരുന്നത്. നമ്മുടെ പേര്, റെഫറൽ ID, പാസ്വേഡ്, നമ്മൾ ജോയിൻ ആയ ഡേറ്റ്, ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്. നിർബന്ധമായിട്ടും നമ്മളിത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കണം. നമുക്ക് ഇൻകം കിട്ടുന്ന ടൈമിൽ ഈ ഒരു വെൽക്കം കാർഡ് നമുക്ക് ആവശ്യമാണ്. ഈ ഒരു റെഫറൽ ID, പാസ്വേഡ് നമ്മൾ മറന്നു പോവാതിരിക്കാനും ഈ ഒരു കാർഡ്, ഈ ഒരു പേജ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കിവിടെ 100 രൂപ പേയ്മെൻറ്റ് ചെയ്താലാണ് ആക്ടിവേഷനായിട്ട് വരാൻ വേണ്ടി പറ്റുന്നത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആഡോമൻസ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ക്ലബ് ഹൗസ് എന്ന ആപ്പിലാണ് നമ്മൾ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ എങ്ങനെ ക്ലബ് ഹൗസ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള വീഡിയോയും നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.